ഇപ്പോൾ ഉള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാ. അതിലൊരു പോറൽ പോലും ഏൽക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ചില സത്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ അതും കൂടെ ഇല്ലാതെ നമ്മൾ പൂർണ്ണമാകില്ല. എല്ലാത്തിനും ഞാനും കൂടിയ കാരണം. വരാനുള്ളയൊന്നും വഴി തങ്ങില്ല, അത് വരും. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. അവള് ഡിവോഴ്സ് വേണമെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പൊ തന്നെ സച്ചിയെ വിളിച്ച് പറയണായിരുന്നു. എങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു. വക്കീലേ, ഇത് വക്കീലിന്റെ കുറ്റമല്ല. എന്റെ കുടുംബത്തിന് എന്തോ ഒരു ദുർവിധി സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഞങ്ങളെ അനുഭവിക്കുന്നതെല്ലാം. ആദ്യം അച്ഛൻ, അതിന്റെ കൂടെ ബിസിനസ്, പിന്നെ എന്റെ അർച്ചനയും കുഞ്ഞും. എത്ര കൊല്ലങ്ങളായി ഈ അലച്ചിൽ തുടങ്ങിയിട്ട്. ഇനിയും എന്തൊക്കെ സംഭവിക്കാനുണ്ടെന്ന് ആർക്കറിയാം. പക്ഷേ എന്തു വന്നാലും നേരിട്ടേ പറ്റൂ. അല്ലാതെ ചാകാൻ പറ്റില്ലല്ലോ. സച്ചി എന്തൊക്കെ പറഞ്ഞാലും എനിക്കതൊന്നും ആശ്വാസമാവില്ല. ഞാൻ അവളെ പറഞ്ഞു തിരുത്താൻ ഒന്നുകൂടി പരിശ്രമിക്കണമായിരുന്നു. പക്ഷെ അവളുടെ മണ്ടൻ ബുദ്ധിക്ക് ഞാൻ ഒരു നിമിഷം സമ്മതിച്ചു പോയി. ആ ഡിവോഴ്സ് നോട്ടീസ് കിട്ടുമ്പോ സന്ദീപ് ചിലപ്പോ തിരിച്ചു വരുമെന്ന് അവളെ പോലും ഞാനും വിശ്വസിച്ചു. അവന്റെ മനസ്സ് കല്ലായിപ്പോയി. നമ്മളിനി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. മാഡം, എന്താ മൂർത്തി, വല്ലതും നടന്നോ? മാഡത്തിന് നല്ല ഭാഗ്യമുണ്ട്. സച്ചി മഹോക്കിലും സ്ഥലം വിട്ടു. സത്യാണോ മൂർത്തി? അതെ മാഡം. ആ വക്കീലും സച്ചിയും കൂടി ട്രീറ്റ്മെന്റ് റൂമിന്റെ തൊട്ട് മുമ്പിൽ വരെ എത്തിയതാ. എന്നിട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോ സച്ചിക്ക് ഒരു ഫോൺ വന്നു. തീ പിടിച്ചതുപോലെ സച്ചി തിരിഞ്ഞോടി. ആ വക്കീല് പിന്നാലെ. സെക്കൻഡുകൾക്കകം രണ്ടുപേരും കാറിൽ കയറി സ്ഥലം വിട്ടു. അല്ല മാഡം, എന്തു പണിയാ ഒപ്പിച്ചത്? ഞാനോ? അവരെ ഇവിടുന്ന് ഓടിക്കണമെന്ന് ഞാൻ മൂർത്തിയോടല്ലേ പറഞ്ഞേ? അപ്പം മൂർത്തിയുടെ പ്ലാൻ അനുസരിച്ചല്ലേ അവരിവിടുന്ന് പോയത്? അല്ല മാഡം, ഞാൻ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു വരികയായിരുന്നു. അപ്പോഴാ ഇത് സംഭവിച്ചത്. ഞാൻ വിചാരിച്ചു മാഡം എന്തെങ്കിലും ചെയ്തു കാണുമെന്ന്. എപ്പോഴും അങ്ങനെ ഒരു സർപ്രൈസ് തരുന്ന ആളാണല്ലോ മാഡം. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഒരു എത്തും പിടി ഇല്ലാതിരിക്കായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ കാര്യം നടന്നു. അല്ല മൂർത്തി, അവരെന്തിനായിരിക്കും അത്രയ്ക്ക് വെപ്രാളപ്പെട്ടു പോയത്? ഇതാണ് സ്മൃതിദായം. വളരെ അപൂർവമായ ഔഷധക്കൂട്ടുകൾ ചേർത്തുണ്ടാക്കുന്ന ഒരു തൈലമാണിത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ മറന്നുപോയ ഓർമ്മകളിലേക്കുള്ളൊരു താക്കോലാണിത്. മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളെ പോലും തിരിച്ചറിയാൻ സാധിക്കും. പഴയ ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടുമ്പോ
എനിക്ക് അതൊരു ശിക്ഷയാവില്ലല്ലോ? ഓർമ്മകൾ അനുഗ്രഹമോ ശിക്ഷയോ ഒന്നുമല്ല, അത് സത്യം മാത്രമാണ്. മറന്നാലും അതൊന്നും സമൃദ്ധി വിട്ടു പോവില്ല. സമൃദ്ധക്കെന്താ ഓർമ്മകളെ ഭയമുണ്ടോ? അറിയില്ല. ഭയപ്പെടേണ്ടത് ഓർമ്മകളെയല്ല, അവയെ നേരിടാനുള്ള ദൗർബല്യത്തെയാണ്. ധൈര്യത്തോടെ തന്നെ അതിനെ നേരിടണം. ആ സ്വാമിജി, ആ മരുന്നുകൾ അടച്ചു വെക്കൂ. എന്തെങ്കിലും പൊടി വീണാ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉള്ള എന്റെ ജീവിതത്തിൽ ഞാൻ സന്തോഷവതിയാ. അതിലൊരു പോറല് പോലും ഏൽക്കരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ചില സത്യങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നതായിരിക്കും, പക്ഷെ അതും കൂടെ ഇല്ലാതെ നമ്മൾ പൂർണ്ണമാകില്ല. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ധന്വന്തരി മൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാം നന്നായി വരും. നല്ലതുപോലെ പ്രാർത്ഥിച്ചാ മതി. മോളെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? എന്തെങ്കിലും കഴിക്കണ്ടേ? എനിക്ക് വേണ്ട. എന്താ മോളെ ഇത്? ഇങ്ങനെ കഴിക്കാതെയും കുടിക്കാതെയും പിണങ്ങിയിരിക്കുന്നത് നല്ല ശീലമാണോ? ഞാൻ നല്ല കുട്ടിയല്ല. ആര് പറഞ്ഞു മോള് നല്ല കുട്ടിയാ? വന്ന് വല്ലതും കഴിക്ക്. ഇങ്ങനെ വാശി പിടിക്കാതെ. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? ഉച്ചയ്ക്കും കഴിച്ചില്ല, ഇപ്പതേ ഒന്നും കഴിക്കാതെ കിടന്ന രാത്രിയാവുമ്പോ വിശക്കും. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛനമ്മ വരാതെ ഞാൻ കഴിക്കില്ല. അവരെങ്ങനെയാ ഈ രാത്രി വരുന്നത്? തന്നെയുമല്ല, അമ്മ ട്രീറ്റ്മെന്റിന് വേണ്ടി പോയിരിക്കുമല്ലേ. അങ്ങനെ പെട്ടെന്നൊന്നും വരാൻ പറ്റത്തില്ല. പറ്റില്ലെങ്കിൽ വരണ്ട. അതുവരെ ഞാൻ ഒന്നും കഴിക്കില്ല. മോളിവിടെ പട്ടിണി ഇരിക്കോ? ഇരിക്കും. അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മ എടുത്ത് കൊണ്ടുപോ.